ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്കറിയാം പ്രേക്ഷകരൊക്കെ വെയിറ്റിംഗ് ആണ് പാട്ടുകൾ കേൾക്കാനായിട്ട്. അതിന്റെ കൂടെ തന്നെ പ്രേക്ഷകർ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും നമ്മുടെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഓരോ കുട്ടിപ്പാട്ടുകാരും പാടുന്ന സമയത്ത് നമ്മുടെ സ്ക്രീനിൽ ഒരു QR കോഡ് കാണും. അത് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലവേഴ്സിന്റെ തന്നെ ഒരു ആപ്പായിട്ടുള്ള മില്യൺ മലയാളി ക്ലബ് എന്ന് പറഞ്ഞ ഒരു ആപ്പിലേക്ക് നമുക്ക് ഡയറക്റ്റ് ചെല്ലാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് ഓരോ കുട്ടികൾക്കുള്ള വോട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആരും ഈ ചാൻസ് മിസ്സാക്കരുത്. എല്ലാ കുട്ടിപ്പാട്ടുകാരെ സപ്പോർട്ട് ചെയ്യുക. നമ്മളിതേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സുഖല്ലേ മൂന്നാളും? സുഖം സുഖം അതെന്താ ഭയങ്കര സുഖം? സുഖം, സുഖകരം, ശാന്തം. 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 പക്ഷെ ഇപ്പോഴത്തെ എപ്പിസോഡുകൾ ശാന്തമാണോ? കുറച്ചുകൂടി ഭയങ്കര ടൈറ്റ് ആയിട്ട് തോന്നുന്നില്ല? എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എന്താ MJ ഞങ്ങൾ ഇത്ര ശാന്തമാവാൻ കാരണം? ഈ ശാന്തി എല്ലാം കെടുത്തുന്ന ഒരു സംഭവമുണ്ട്. എന്താ അത്? എവിടെ പോയി നോക്കിയാലും മീനുട്ടിയുടെ മുഖം. അതാണോ ഇവിടെ ഇത്രയും മത്സരങ്ങൾ തകർത്ത് അതാണ്. നടന്നുകൊണ്ടിരിക്കുകയാലെ ആവാറായി. അതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്രാവശ്യത്തെ വനിത ഉണ്ടോ? കവർ പേജ് ആണോ? അയ്യോ, വല്ല ആവശ്യമുണ്ടോ? ആർക്ക്? വനിതയ്ക്കോ? അല്ല, മീനുട്ടിക്ക്. മര്യാദയ്ക്ക് വനിത ഒന്ന് വായിക്കാം എന്ന് വിചാരിച്ചാൽ അത് നടക്കൂല. അവിടെ മീനുട്ടി, എവിടെ മീനുട്ടി, ഇവിടെ വന്നാലും മീനുട്ടി. ആയിക്കോട്ടെ. അതാണോ ശാന്തം അല്ലാത്തതിന്റെ കാരണം? അതൊരു അശാന്തിക്കുള്ള കാരണമല്ലേ? ആണോ? അല്ല കേട്ടോ, അതൊരു അശാന്തിക്കുള്ള. അത് കാണുമ്പോ കൂടുതൽ ശാന്താവല്ലേ വേണ്ടേ? എന്തൊരു ഭയങ്കര പ്രൗഡാവും കേട്ടോ. മീനുകൂട്ടൻ ഇങ്ങനെ എന്ന് പറഞ്ഞാല് വനിതയുടെ മുഖ ചിത്രം എന്നൊക്കെ പറയുന്നത് അത് ഈസി ആയിട്ട് എല്ലാവർക്കും വരുന്നതല്ലോ. ഇതുവരെ എന്നെ വന്നിട്ടില്ലല്ലോ. അത് MJ ഞങ്ങൾ വനിതയല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാ, മീനുകുട്ടിയെ അവിടെ കണ്ടപ്പോ ഭയങ്കര അഭിമാനം തോന്നി. എന്റെ മകൾ ഇങ്ങനെയൊക്കെ ലോകപ്രസിദ്ധ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് അത്രയധികം പ്രതിഭകളിലോണ്ടാണ്. പ്രതിഭകളിലവരെ തേടി പിടിച്ച് മുഖചിത്രം ആക്കാണ്. ഓ, ഇന്ന് ഈ 3 പേരും എന്ത് നല്ലതാ. ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ മീനൂട്ടാ. അപ്പൊ അവരെ എത്ര പ്രാവശ്യം വിളിച്ചായിരുന്നു? അവരെ എത്ര പ്രാവശ്യം വിളിച്ചു? എന്റെ ഫോട്ടോ എടുക്കുമെന്ന് ചോദിച്ചിട്ട് ഫ്രഷ് കോമഡി തന്നെ. അതൊന്നല്ല എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഇതിന് ആര്യ ചേച്ചി എത്രയും വേഗം പുരുഷൻ എന്നുള്ളൊരു മാഗസിൻ തുടങ്ങണം. എന്നിട്ട് ഇവരെ 2 പേരുടെയും ഫോട്ടോ എന്നിട്ട് കവർ പേജിൽ വെക്കണം. ഈ വിഷമവും ബുദ്ധിമുട്ടും നമുക്ക് അപ്പം തീർക്കണം. ഓക്കെ, എനിക്ക് വേണ്ട, വേണ്ട. എന്നാ കട്ട്. എനിക്ക് വേണ്ട. പുരുഷന്റെ മെയിൻ. അല്ല, ഇത്ര വിഷമം പാടില്ലല്ലോ. അതെ, ഇനി എന്തായാലും ആര്യയുടെ വെക്കാം വനിതയില്. പുരുഷനോ? ആര്യ ചേച്ചിക്ക് പുരുഷനായിരിക്കും ചേരുന്നത്. അതെ, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ മീനൂട്ടാ. മെയിൻ പുരുഷു. അപ്പൊ എന്തായാലും 3 പുരുഷക്കള് റെഡി അല്ലേ? റെഡി. പുരുഷക്കളെ കാത്ത് കുറച്ചു പേര് ഇവിടെ വെയിറ്റിംഗ് ആണ്. കുറച്ച് ഭടന്മാർ എല്ലാവരും ഭയങ്കര നന്നായി പഠിച്ച് പെർഫോം ചെയ്യാൻ ഇങ്ങനെ റെഡി ആയിട്ടാ വരുന്നത്. കാരണം നമ്മുടെ ഫിനാലെ ഇതേ അടുക്കാറായി. അതുകൊണ്ട് ഇപ്രാവശ്യം പാട്ട് പഠിക്കുന്ന എല്ലാരും ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്താ പാട്ട്. പനിക്കാലം കൂടെയല്ലേ? പനിക്കാലം, പനിയാണ്, പിന്നെ ഇൻഫ്ലുവൻസ പലതും ഉണ്ട്. എനിക്കൊക്കെ ഹാഫ് ഒച്ചേ ഉള്ളൂ പുറത്തോട്ട് വരുന്നുള്ളൂ. ചില സമയത്ത് ഒരു ചെറിയ ശ്വാസം മുട്ട് പോലെ ഈ സീസണിൽ തോന്നാറുണ്ട്. പക്ഷെ എന്നിട്ടും ഇവർ ഇത്രയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഇവർ ഇത്രയും പഠിക്കുന്നു. എല്ലാവർക്കും ജലദോഷവും പനിയൊക്കെ. കഴിഞ്ഞ ദിവസം കുഞ്ഞാറ്റയ്ക്ക് ഒട്ടും വയ്യായിരുന്നു. നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് വയ്യാണ്ടായി. പക്ഷെ എന്നാലും ആ ചലഞ്ചൊക്കെ ഏറ്റെടുത്ത് അതെ അടിപൊളിയായി പെർഫോം ചെയ്യുന്നുണ്ട്. അതെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ആളെ വിളിച്ചാലോ? വിളിക്കാം. ആര്യ ചേച്ചി, മഴപ്പാട്ടാണോ മീനൂട്ടാ? അതെ, ഞാൻ അതിനല്ലേ വിളിക്കൂ. ഇങ്ങനെ ഇത്ര എനിക്ക് അറിയാം. മഴപ്പാട്ട് കേൾക്കാൻ തോന്നുന്നില്ലേ? കൊതിയാവുന്നുണ്ട് കേൾക്കാൻ. പുറത്തുള്ള മഴയൊന്നും പോരാ അല്ലേ? പോരാ, നമുക്ക് അകത്തും മഴ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതെ, അത് പാടാനായിട്ട് നമ്മുടെ കുട്ടുമണിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം പാർത്ഥിവ് ഓൺ സ്റ്റേജ്. കണ്ടോ, ഇങ്ങനെ മഴയത്ത് വരാൻ പോകുന്ന ഒരാളെ കണ്ടോ? ഇത് ആരാ? ഇത് വേറെ ഗെറ്റപ്പ്. ഓഫീസിലേക്കാണോ? ഓഫീസിലേക്കൊന്നല്ല, ഈ മഴയത്തോ? ഒരു വെഡിങ് ഫംഗ്ഷനാ. ആരുടെ വെഡിങ് ഫംഗ്ഷൻ? ഖുഷ്ബുവിന്റെയും സതീഷ് നായരുടെയും. ഖുഷ്ബുവിന്റെയും സതീഷ് നായരുടെയും വെഡിങ് ഫംഗ്ഷന് പോകാൻ പോവാണ് കുട്ടുമണിക്കുട്ടൻ. അതെവിടെ? മാനത്ത കൊട്ടാരത്തിലാണ് നടക്കുന്നത്. അതെ. ആണോ? പക്ഷെ നിന്നെ ഇന്ന് കണ്ടാ നീ ഏതോ ഒരു വലിയ കമ്പനിയുടെ CEO ആണെന്ന് തോന്നുന്നു. ശരിയാ, ആ ഒരു ഗെറ്റപ്പ് ഉണ്ടെന്ന്. അപ്പൊ മാനത്ത കൊട്ടാരാണെന്ന് മനസ്സിലായി. മിക്കവാറും പൂനിലാ മഴയായിരിക്കും അതെ. യെസ്, അല്ലേ? അതെ, കണ്ടുപിടിച്ചു MJ സർ. പക്ഷെ ഗിരീഷേട്ടൻ പറയുന്നു പറ്റിച്ചേ. അതിന്റെ കാരണം എന്താ? എന്താ ഇത് മഴപ്പാട്ടെന്നേ പറഞ്ഞേ. പൂ നിലാ മഴയാണ്, നിലാവിന്റെ മഴയെ കുറിച്ചാണ് പാടുന്നത്, അല്ലാതെ ആക്ച്വൽ മഴയെ പറ്റിയല്ല. പക്ഷെ മഴയുണ്ടല്ലോ. നമുക്ക് അത് മതി. മഴപ്പാട്ടെന്ന് മഴ എന്നുള്ള വാക്കുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് നിലാവിന്റെ മഴയൊന്നും കുഴപ്പമില്ല. അല്ല, അതൊന്നും പ്രശ്നമില്ല. ഇപ്പൊ മീനുട്ടിയുടെ വാക്കുകളുടെ മഴ. മഴ കണ്ടോ? അതൊരു മഴ. അതൊരു മഴയാണോ? അതെ അതെ. ആണോ? ആര്യക്കുട്ടിയുടെ നിർത്താത്ത തോരാത്ത മെലഡിയുടെ മഴ. മഴ
നമ്മുടെ ഉണ്ണിച്ചേട്ടന്റെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ആ ശബ്ദത്തിന്റെ മഴ, മഴ. പാർത്ഥിവ് കുട്ടന്റെ കുറുമ്പിന്റെ മഴ, MJ അങ്കിളുടെ ഇതെല്ലാം മഴയാണോ? MJ അങ്കിളുടെയോ? ഉണ്ണിയങ്കളുടെ തമിഴ് മഴ. മഴയല്ല, മഴ. തമിഴ് മഴ. തമിഴ് മഴ. തമിഴ് മഴ. MJ അങ്കിളുടെ എവിടെ മഴ? എനിക്ക് മഴയില്ല, അതല്ലേ എന്റെ MJ പ്രശ്നം. അങ്കിളുടെ സംഗീതത്തിന്റെ മഴ. സംഗീത മഴ. ആ. സൂചിച്ചു. ആ. Thank you. അപ്പൊ ഇതൊരു മഴപ്പാട്ടല്ലേ ശരിക്കും പറഞ്ഞ, പക്ഷെ മഴ എന്നുള്ള വാക്ക് അതിനകത്തുണ്ട്. വാക്കുകളുണ്ട്. പിന്നെ അതാണ് മഴയായിട്ട് കൺസിഡർ ചെയ്തോ, കുഴപ്പമില്ല. നിലാവിന്റെ മഴ. ഓക്കെ. Yes. മാനത്തെ കൊട്ടാരത്തിന്റെ സംവിധായകനാണ് സുനിലേട്ടൻ. സുനിലേട്ടന് ഇത് കഴിഞ്ഞിട്ടുള്ള പടം അതാണ് ചന്ത എന്ന് പറഞ്ഞൊരു പടമാണ് ഞാൻ ആദ്യമായിട്ട് ഓ മ്യൂസിക് ചെയ്തത്. ഓക്കെ. അപ്പൊ സുനിലേട്ടനാണ് അതിനുള്ള അവസരം തന്നത്. അപ്പൊ സുനിലേട്ടന് ഒരു വലിയ നമസ്കാരം എന്നും കടപ്പെട്ടിരിക്കുന്നു ആ ഒരു അവസരത്തിന്. തുടക്കവും തുടർന്നുള്ള യാത്രയും ഗംഭീരമായി.
ആഹാ, മിടുക്കൻ. താങ്ക് യു. കുട്ടുമണി, എന്തോ നിന്റെ എക്സ്പ്രഷൻസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഫുൾ സോങ്ങിലെ ഉം. ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഈ സീസൺസ് ചേഞ്ച് ചെയ്യുന്ന പോലെ പെട്ടെന്ന് മാറും കേട്ടോ. ഉം. ആദ്യമൊക്കെ നല്ല ചിരിയൊക്കെ വന്നിട്ട് പിന്നെ പെട്ടെന്ന് സീരിയസ് ആവും പാട്ട് തുടങ്ങുമ്പോൾ. അങ്ങനെ ഒരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഞാൻ നീ അതെങ്ങനെ ഒരു ചിന്തകനായുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം. ആ ഇത്തവണ ചിന്തകനായില്ല, ഒട്ടും ആയിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞത് നീ ഒരു വലിയൊരു ആളായതുകൊണ്ടാ. സിഇഒ അല്ലേ? ആ ഈ മിസ്റ്റർ ഒരു KMK ദിവസത്തേക്ക് അല്ലേ? മാത്രം. എടാ, നീ നിന്റെ ജീവിതത്തിന്റെ സിഇഒ അല്ലേ? അത് ഞാനാണ്. ആ, അത് അതാണ് എന്നത്തേക്കും ഞാൻ എന്റെ ജീവിതത്തിന്റെ ഓണർ. ഓണറാണ്. അതാണ്. യാ, ഗംഭീരം. പക്ഷെ അതിനേക്കാളും വലിയൊരു ഓണർ മുകളിൽ ഇരിപ്പുണ്ട്. അത് എല്ലാവർക്കും ഓർമ്മ വേണം. യെസ്. ആ, അത് ഓർമ്മയുണ്ടെങ്കിൽ കൊള്ളാം നമ്മ ഇമ്മ്യൂണിറ്റി കേട്ടോ. എല്ലാരും ഓർത്തോളൂ കേട്ടോ. ഒരു ഓണർ അവിടെ ഇപ്പുണ്ടേ, മുതലാളി യെസ്. അല്ലേ? അപ്പൊ എങ്ങനെയാ വെച്ചാ ആദ്യം ഇങ്ങനെ ഇതൊക്കെ വന്നു. അപ്പൊ രാഘു പറഞ്ഞു, കുട്ടുമണി റെഡിയല്ലേ? റെഡിയാണ്. അപ്പൊ പാട്ട് തുടങ്ങാല്ലേ? ആ, പാട്ട് തുടങ്ങാം. പാട്ട് തുടങ്ങുമ്പോൾ സീരിയസ് ആവും. പിന്നെ പാട്ട് തുടങ്ങുമ്പോഴത്തേക്കും കണ്ണെങ്ങനെ പോകുന്നറിയാം? ഇങ്ങനെ ഐസ് ഇങ്ങനെ പോകും. അതെനിക്ക് ആക്ച്വലി അത് നാച്ചുറാലിറ്റി ഉണ്ട്. അത് natural ആ. നാച്ചുറാലിറ്റി ആണ്. അതെന്റെ ഇത് നാച്ചുറൽ മോശമായത് ഇത്. ആസ്വദിച്ച് പാടുമ്പോ വരുന്ന സാധനം. ആ, അത് നന്നായിട്ടുണ്ട്. ഇത് താങ്ക് യു. അതൊരു കാരിസ്മാറ്റിക് ഒരു കാരിക്കേച്ചറാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു താങ്ക് യു. കേട്ടോ. അപ്പൊ പക്ഷെ അത് ഭയങ്കര സീരിയസ് ആയിട്ട് തോന്നിക്കും. അത് പക്ഷെ എനിക്കൊരു ഐഡന്റിറ്റി വേണ്ടേ. ആ. അപ്പൊ ഞാനൊരു ആസ്വദിച്ച് പാടാൻ വേണ്ടി ഞാൻ ഇടുന്ന ഒരു സാധനം. അതാണ് ഇതൊരു, മിസ്റ്റർ KMKന്റെ ഐഡന്റിറ്റി അല്ലേ ഇങ്ങനെ വെക്കുന്നത്? അതാണ് ഒരു ഐഡന്റിറ്റി കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സാരമില്ല കേട്ടോ. പക്ഷെ Okay. ഈ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് നീ റിലാക്സ്ഡ് അല്ല എന്നുള്ള ഒരു ടോൺ കൊടുക്കും. ഉം. ആ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എന്താ വെച്ചാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു റിലാക്സ്ഡ് മൈൻഡ് ആണെങ്കിലാണ് റിലാക്സ്ഡ് ടോൺ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഉം. അപ്പൊ ഇങ്ങനത്തെ ബോഡി ലാംഗ്വേജ് വരുമ്പോഴത്തേക്കും ഇത് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു റിലാക്സ്ഡ് ആവാൻ പറ്റില്ല. ഉം. അവർ വിചാരിക്കുന്നത് കുട്ടുമണി ഒരുപാട് എഫേർട്ട് ഇട്ട് യു ഹാവ് ടു ഹൈഡ് യുവർ എഫേർട്ട്. Okay. വലിയ മന്ത്രമാണ് പെർഫോമൻസിന്, ഹൈഡിങ് യുവർ എഫേർട്ട്. എല്ലാവരും എഫേർട്ട് എടുത്ത് തന്നെയാണ് പാടുന്നത്. പക്ഷെ ആർക്കാണോ നന്നായിട്ട് ഹൈഡ് ചെയ്യാൻ പറ്റുന്നത് അവർ ഓഡിയൻസുമായിട്ട് കൂടുതൽ എൻഗേജ് ചെയ്യും. മനസ്സിലായേ? മനസ്സിലായി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മൈക്ക് എന്ന് പറഞ്ഞാൽ മൈക്ക് ഒരു ലൈവ് ഡിറ്റക്ടറും കൂടെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പ്രഷൻസിൽ എന്തെങ്കിലും ഒരു ഫേക്ക് ഇതുണ്ടെങ്കിൽ അത് ഉടനെ ഗ്രാബ് ചെയ്യും മൈക്ക്. ഇന്ന് വരെയും കുട്ടുമണിയുടെ പാട്ടിൽ ഒരു ഫേക്ക് എക്സ്പ്രഷൻ ഞാൻ കേട്ടിട്ടില്ല. അതൊരു ഗംഭീര ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ Thank you, sir. അത് സത്യസന്ധമാണ്. അവൻ വളരെ സത്യസന്ധനാണ് പാട്ട് പാടുന്ന കാര്യത്തിൽ. മറ്റുള്ള കാര്യത്തിൽ എനിക്ക് അറിഞ്ഞു, അമ്മയോട് ചോദിക്കണം. കളത്തരം കുറുമ്പൊക്കെ കാണാം. ആ, അത് സാരമില്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ, പക്ഷെ ഈ കുറുമ്പ് കുറച്ചും കൂടെ ഈ പാട്ടിലും വേണമെന്ന് തോന്നി. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ കുറച്ച് സീരിയസ്. ഇപ്പൊ ടിക് ടോക്ക് 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 ടിക് ഇങ്ങനെ ഇങ്ങനെ അതിന്റെ ഋതം പോകുന്ന ഇല്ലേ? നിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം. ഓരോ ഫ്രേസിന്റെയും ആദ്യത്തെ അക്ഷരം നമ്മൾ കുറച്ചൊന്ന് സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈ ഋതുവായിട്ട് എന്ത് ചെയ്യും? എൻഗേജ് ചെയ്യും. Engage. പൂ നില മഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം. ആ, അങ്ങനെ പാടിക്കഴിഞ്ഞാൽ നന്നാവും. ഒന്ന് പാടി നോക്കൂ. പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം. മാരിവില്ലൊളി വീണലിഞ്ഞു രാഗമാലികൾ ചൂടാം. ആ സംഗതി വീണൊരു ആ സംഗതി സ്ലിപ്പ് ചെയ്യാൻ പാടില്ല. പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം. MG അണ്ണൻ ഏത് പാട്ട് പാടിയാലും നമുക്ക് ഈ സംഗതി എന്ന് പറഞ്ഞാൽ പെറുക്കിയെടുക്കാൻ പറ്റും. അതുപോലെ പാടണം സംഗതി കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു രാത്രി മല്ലികൾ എന്നുള്ളത് രാത്രി മാലിക എന്ന് പാടിയ പോലെ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു ഫീല് ഉണ്ടായിരുന്നു. അത് എൻ്റെ തെറ്റാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്നുകൂടെ തിരിച്ച് കേട്ട് നോക്കിയാലേ അറിയാൻ പറ്റൂ. ഇപ്പോൾ ഭാവുകം എന്നുള്ളത് ഫാവുകം എന്ന് പാടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഭാവുകം
ഭാവുകം തന്നെയാ ആണോ? പാടിയത്. ആ അപ്പൊ അത് അങ്ങനെയാണ് പാടിയിരിക്കുന്നെങ്കിൽ ഐ എം നോട്ട് സോറി. പക്ഷെ അങ്ങനെയല്ല പാടിയതെങ്കിൽ ഐ ആം ദ സോറി. ഓക്കെ. ഓക്കെ. ആ പിന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. അത് പടരും പരാഗ സൗരഭം പാടിയില്ലേ, ഉം. ഫസ്റ്റ് ചരണത്തിന് എക്സ്ക്യൂസീവ് ആയിട്ട് പാടി. താങ്ക്സ് സർ. രണ്ടാമത്തെ ചരണം സൂപ്പർ ആയിരുന്നല്ലേ, വേറെ ഒന്നും പറയാനില്ല. നോ വേർഡ്സ്. അവിടെ എനിക്ക് കുട്ടുമണിയെ കാണാൻ പറ്റി. താങ്ക് യു സർ. പക്ഷെ മൊത്തം പാട്ടിൽ കുട്ടുമണിയെ കാണണം എനിക്ക്. ഓക്കെ ഇനി അത് കണ്ടില്ലെങ്കിൽ ഞാൻ നല്ല ഇടി റെഡിയാക്കി ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത പാട്ടിൽ എന്തായാലും ആ കുട്ടുമണി വരും, അത് ഉറപ്പാ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇനി നന്നായിട്ട് പാടിയില്ലെങ്കിൽ എന്റെ വെളിയിൽ ഞാൻ കുറെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സംസാരം ഇല്ല, പെരുമാറ്റം മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഉം. അപ്പൊ അവര് പെരുമാറണോ അതോ നന്നായിട്ട് പാടണോ? ഇത് പെരുമാറണം, ഇത് പാടണം. പാടണം. ഇതെന്തത്? ഈ സൈഡ് പെരുമാറണം, ഈ സൈഡ് പാടണം. ആ ഓ ഇപ്പഴത്തെ സൈഡിലേക്ക് ചാടി അവൻ, അതാണ് ഉദ്ദേശിച്ചത്. വെരി ഇമാജിനേറ്റീവ്, വെരി നൈസ്. തൽക്കാലം അവരെ പറഞ്ഞേക്കാം, ഇടിക്കാൻ വന്ന ആൾക്കാരെ പറഞ്ഞുവിടാം. പറഞ്ഞുവിടാം ഓക്കെ. തൽക്കാലം. അടുത്ത പ്രാവശ്യം ഇത് നടത്തിയില്ലെങ്കിൽ ഞാൻ അവരെ അകത്തോണ്ട് കൊണ്ടുവരും. പക്ഷെ കുഴപ്പമില്ല, സെൽഫ് ഡിഫെൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക്. അതൊന്നും കാര്യമില്ല. അവര് പെരുമാറ്റത്തിന്റെ ഭയങ്കര ആൾക്കാരാണ്, സംസാരം ഇല്ല അല്ലേ മീനുട്ടി? എന്നാലും കുഴപ്പമില്ല, അവരെ പെരുമാറാനുള്ള എക്വിപ്മെന്റ് പാട്ടുമായിട്ട് ഞാൻ വരുന്നുണ്ട്. ആ അങ്ങനെ വാ, അങ്ങനെ പറ. Yes. ദാറ്റ്സ് ദ വേ ടു ഗോ. കേട്ടോ? ഓക്കെ. മിസ്റ്റർ KMK, എന്തോ വാട്ട് എ ബ്യൂട്ടിഫുൾ സോങ്. താങ്ക് യു. വാട്ട് എ ഹാൻസം മാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടം കുട്ടുമണിയുടെ ആ ശബ്ദമാണ്. എസ്പെഷ്യലി മേളിലത്തെ നോട്ടുകൾ പാടുമ്പം ക്രിസ്റ്റൽ ക്ലിയർ ആണ് ശബ്ദം. താങ്ക് യു. യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ്, യു ഹാവ് എ ബ്യൂട്ടിഫുൾ ആറ്റിറ്റ്യൂഡ് ഇത് പാടുമ്പോഴും. you. അപ്പൊ എനിക്ക് തോന്നിയത് ആദ്യം തൊട്ടേ ബ്രെത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. രാത്രി മല്ലികൾ കോർക്കാം ആ അറ്റത്തുമ്പോഴത്തേക്ക് മാരിവില്ലൊളി വീണലിഞ്ഞൊരു പാടുമ്പോഴത്തേക്കും സ്ലിപ്പ്, പിന്നെ ഒരു ബ്രെത്ത് പ്രശ്നം. മാലിക ചൂടാം എന്നാണ് വരുന്നത്. അത് ആക്ച്വലി ഒറ്റ ഒരു ബ്രെത്തിൽ വരേണ്ടതല്ലേ അല്ലേ? അപ്പൊ അങ്ങനത്തെ ബ്രെത്ത് ഇഷ്യൂസ് എനിക്ക് തോന്നി. അതുപോലെ പതിയെ വിടർന്ന്, അത് ശരിക്കും എന്താ നോട്ട് വരണേ? കറക്റ്റാ. യെസ്, കറക്റ്റാ പാടിയത് കേട്ടോ. പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ, ക്യാമറയിൽ എന്താ നോക്കാത്തത്? ഞാൻ നോക്കിയല്ലോ. ശരിക്കും ഞാൻ ഈ പാട്ട് പാടുമ്പോ നിങ്ങളെ എല്ലാരും ഓഡിയൻസ് ആയിട്ടാ കരുതുന്നത്. അപ്പൊ ഞാൻ എല്ലാവരെയും നോക്കുമ്പോ നിങ്ങളെ മാത്രം ഞാൻ കരുതുന്നു. അങ്ങനെയാണല്ലേ? പക്ഷെ നമ്മുടെ ഓഡിയൻസ് ക്യാമറയിൽ കൂടെ അല്ലേ നമ്മൾ നോക്കേണ്ടത് കേട്ടോ. മറക്കരുത് കേട്ടോ, അത് ബേസിക് ആണ്. നമ്മൾ എപ്പോഴും ക്യാമറയിലേക്ക് നോക്കണം. ഓക്കെ. സ്പെഷ്യലി ഇങ്ങനെ ഒരു പ്രോഗ്രാം ആകുമ്പോഴത്തേക്കും നമ്മൾ ക്യാമറയിൽ വേണം നമ്മുടെ മെയിൻ ഫോക്കസ്, മെയിൻ ലുക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. You are singing at the audience. Yes. For the audience. Not for us. Okay. Yes, Mr. KMK, that's all for today's news bulletin. Yes. Thank you so much. Okay. വെൽക്കം. Yes, മിടുക. Mr. KMK. യെസ്. വണക്കം. വണക്കം. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മോൻ പാടി. പക്ഷെ എനിക്ക് തോന്നിയത് ഈ പാട്ട് ഇറ്റ്സ് ഫുൾ ഓഫ് ഫൺ. നല്ല പ്ലസന്റ് ആൻഡ് ഒരു നോട്ടിനെസ് ആ പാട്ടിൽ കൊണ്ടുവന്നാൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഇതില് ദിസ് ഈസ് എ വെരി പ്ലസന്റ് സോങ്, സോ യു ഷുഡ് പ്രൊജക്ട് ദാറ്റ് പ്ലസന്റ്നെസ്. അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇത് ലോങ് ഫ്രേസസ് ഉള്ള ഒരു പാട്ടാണ് ആര്യ. Yes. സോ യു നീഡ് ലോട്ട്സ് ഓഫ് ബ്രെത്ത് അല്ലേ? Yeah. അതുകൊണ്ടാണ് മോന് പല സ്ഥലത്തും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടുമണിക്കുട്ടൻ KMK ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ് Yes. എന്ന് ഞങ്ങൾക്കൊക്കെ ഷുവറാണ്. ഓക്കെ. അത് ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ ബ്രെത്ത് മാനേജ്മെന്റ് ക്യാൻ ബി ഈസിലി ഡൺ. ഓക്കെ. കുട്ടുമണി, എന്തോ യു ആർ വെരി ഹാൻസം. താങ്ക് യു. പക്ഷെ കലാം സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, യു ഹാവ് ടു ബി ഹാൻഡ് ടു സം. ഓക്കെ. അങ്ങനെ കൂടെ ആവട്ടെ. ഓക്കെ. അതാണ്, അപ്പോഴാണ് മനുഷ്യനാവുക കേട്ടോ. ഓക്കെ. അപ്പൊ ഈ പാട്ടെന്ന് പറയുന്ന ഒരു ഗാനമേള പാട്ടും കൂടെ ആയിരുന്നു കേട്ടോ ആ കാലഘട്ടത്തിൽ. ആ ശരിയാ. റെനി ഇഷ്ടംപോലെ ഗാനമേളകൾക്ക് വായിച്ചു അല്ലെ സുഷ? റീനുവൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 1000-ത്തിലധികം പാട്ട്. 10,000 പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവുന്നത് ഗാനമേളകൾ. അങ്ങനെ ചിലതൊക്കെ സിനിമാ പാട്ടുകളൊക്കെ ഗാനമേള പാട്ടുകളായിട്ടും കൂടെ മാറും. അതെ. അത് അന്നത്തെ കാലത്ത് ഈ വൈറൽ എന്ന് പറയില്ല, പക്ഷെ നമുക്ക് പറയാം ഗാനമേളയിലും കൂടെ വൈറലായിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണ്. മറക്കാൻ പറ്റാത്ത പാട്ടാണ്. ഭയങ്കര ഹിറ്റായിരുന്നു ഈ സിനിമയും അതിലെ കഥാപാത്രങ്ങളൊക്കെ. ഈ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നത് സുരേഷ് ചേട്ടനാണ്. അപ്പോ കുട്ടുമണിക്ക് ഇന്ന് എത്ര? കുട്ടുമണി പറയും. 97. Correct. 97 out of 100 for കുട്ടുമണി today. അപ്പൊ KMK
ഓൾ ദ വെരി ബെസ്റ്റ്. പോയി കല്യാണം കൂടിക്കോ. ബൈ. ഓക്കെ. MJ അങ്കിൾ, നമ്മൾ കൊറേ നല്ല പാട്ടൊക്കെ കേട്ടില്ലേ? ഇനി കുറച്ചു നേരം നമ്മൾ സംസാരിച്ചിട്ട് പാട്ട് കേൾക്കാനുള്ള സമയം. അങ്ങനെ പറയുമ്പോ എന്ത് വിചാരിക്കണം? ആരാ വരാൻ പോകുന്നത്? യെസ്, നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽ ആണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം വാസുകിക്കുട്ടി ഓൺ സ്റ്റേജ്. ക്യൂട്ടി പൈ. സുഖാണോ? കുട്ടി എന്റെ കൺമണി ആണോ? ഈ വാസുകുട്ടിയുടെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ശബ്ദം മനസ്സിൽ നിന്ന് പോകില്ല കേട്ടോ. പോവില്ല. അതെ, എങ്ങനെ ഒരു കിടപ്പാ. ആരാ കിടക്കുന്നത്? ശബ്ദം ആരുടെ? വാസുകുട്ടിയുടെ. ഒരു രക്ഷയില്ലടാ. താങ്ക് യു. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മാത്രം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഞാനത് പറഞ്ഞോണ്ടേ ഇരിക്കും കേട്ടോ. എന്താണ് വാസുകുട്ടിയുടെ വിശേഷം? ഒന്നുമില്ലേ വിശേഷം? അതെന്തോ വെച്ചാ ആദ്യമായിട്ടാണല്ലോ അങ്ങനെ. സ്പെഷ്യൽ വിശേഷം ഒന്നുമില്ല. ഗസ്റ്റ് ഒന്നും വന്നിട്ടില്ല വാസുകുട്ടിയുടെ? ഒന്നുമില്ല. ഉടുപ്പിന്റെ കാര്യം നീ പുതിയ ഉടുപ്പാണോ? പുതിയ ഉടുപ്പാണോ? ഇത് തയ്ച്ചു കൊടുപ്പാ. ഇത് തയ്ച്ചു ഉടുപ്പാണ്. കടയിൽ നിന്ന് വെറുതെ പോയി വാങ്ങിയതല്ല. അതോ പാവാടയാണോ? അത് പാവാടയല്ലേ? അത് സർപ്രൈസ്. പാന്റാണോ അത്? പാന്റാണോ? അത് പാന്റ് ആയിരുന്നു. അയ്യോ, പറ്റിച്ചു കളഞ്ഞല്ലോ. കണ്ടാ പറയില്ല കേട്ടോ പാന്റാന്ന്. ഞാൻ ഇന്നത് ഡ്രസ് മാർക്ക് കഴിഞ്ഞിട്ട് എല്ലാരും ചോദിക്കും ഇത് പാവാടയല്ല, അല്ല ഇത് പാന്റാന്ന് ഞാൻ പറഞ്ഞു. ഷോ, എല്ലാരും പറ്റിച്ചിട്ടാണ് ഈ പറ്റിച്ചു event എല്ലാരും. വരുന്നത്. വാസുകുട്ടി വീട്ടിലൊന്നും പോയില്ലേ? വീട്ടില് പോയില്ല, അതിനു മുമ്പ് വിളിച്ചു. ഇങ്ങോട്ടേക്ക് വിളിച്ചു. ഇങ്ങോട്ടേക്ക് പോകാൻ പോലും രാഘു സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ നമുക്ക് പാട്ട് കേൾക്കണ്ടേ? പക്ഷെ അമ്മ പറഞ്ഞിട്ടാ. അമ്മ പറഞ്ഞു. അമ്മ B.Edന് പോകണ്ട. അപ്പൊ അതിന് അടുത്ത ഗ്രൂമിങ് തുടങ്ങണ അന്ന് ഫസ്റ്റ് ഡേ അമ്മയ്ക്ക് പോകണം. B.Ed എന്ന് പറഞ്ഞാൽ എന്താ? പഠിക്കുന്നതിനാണ് B.Ed എന്ന് പറയണേ കേട്ടോ. നമ്മൾ എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ B.Ed എന്ന് പറയണം. അല്ല, പിന്നെ പിന്നെന്താണ്? ഇവര് വിളിക്കുമ്പോ ഇനി അടുത്ത ഷെഡ്യൂൾ വിളിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് വരാൻ പറ്റില്ല, കാരണം B.Edന് പോകണം. നമുക്ക് B.Edന് അങ്ങനെ. പോണം. പറഞ്ഞാൽ പഠിക്കാൻ അതുകൊണ്ട് പോകണമെന്ന് നേരത്തെ അത് തന്നെ, നമുക്ക് B.Edന് പോണം. ചേച്ചി B.Ed ആണോ ചെയ്യുന്നത്? അതാണ് B.Edന് അതാണ് വീടിന് അമ്മ പഠിക്കുക ചെയ്യണം. പഠിക്കുക ചെയ്യുന്നത്. പഠിക്കുകയാ ചെയ്യുന്നത്. അത് ഏത് കോളേജിലാ? തമിഴ്നാട്ടില്. തമിഴ്നാട്ടിലോ? തമിഴ്നാട്ടിലാണ് B.Edന് പോകുന്നത്. അമ്മ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ. കാറൊക്കെ ഉണ്ടാക്കിണ്ട് അവിടുന്ന്, ആ സ്കൂളിൽ നിന്ന് കാറൊക്കെ ഉണ്ടാക്കിണ്ട്. കാറോ? കാറ് പഠിച്ചു കാറുണ്ടാക്കിയാ? ക്രാഫ്റ്റ് സാധനങ്ങൾ ചെയ്യാറുണ്ട്. മീൻസ് ഒരു കാറ്. അപ്പൊ തമിഴ്നാട്ടിൽ എവിടെയാണ് പഠിക്കുന്നത്? കോയമ്പത്തൂര്. കാർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വല്ലതായിരിക്കും. അതെങ്ങനെയാ ചേച്ചി B.Edന് കാർ ഉണ്ടാക്കിയത്? അത് ക്രാഫ്റ്റ് ആണ്. ക്രാഫ്റ്റ് ചെയ്യണതാ. ഓക്കെ ഓക്കെ ഓക്കെ. കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് അല്ലേ? അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്? ആ ക്രാഫ്റ്റ് അത് പഠിക്കണം. അതൊരു ക്രാഫ്റ്റ് ആണല്ലോ. അതെ, ഈ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു ക്രാഫ്റ്റ് ആണ്. യെസ്. ടീച്ചിങ് ഇസ് എൻ ആർട്ട് അല്ലേ? ഇഷ്ടമാണ് ടീച്ചിങ്? ഇഷ്ടമാണ്. അതെ. നമ്മ ടീച്ചിങ്ങിനല്ല പോണ, പഠിക്കാനാ പോണ. B.Edനാ പോണത്. അതൊരു പുതിയ അറിവാണ്. അതായത് B.Edന് നമ്മൾ പോവാന്ന് വെച്ചാൽ പഠിപ്പിക്കാന്നല്ല, B.Edന് പോകുന്നത് പഠിക്കാനാണ് പോകുന്നത്. പാട്ട് പാടണ്ടേ? അതെ, അത് നമുക്ക് പഠിക്കാൻ പോണോ? പാട്ട് പാടണം. പാട്ട് പാടണം. പാട്ട് പാടണം. അപ്പൊ എനിക്കറിയാം പാട്ട് ഏതാണെന്ന് അറിയാം. കണ്ണിനുള്ളിൽ ആരുടെ പാട്ടാ? വാസു കൺമണി. മോളെ, ഈ പാട്ട് ആരാ ഉണ്ടാക്കിയത്? ഈ അങ്കിള് എത്ര പാട്ടാ ഉണ്ടാക്കിയിട്ടില്ലല്ലേ? അറിയോ മോൾക്ക് എത്ര പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുവരെ? മീനുകൂടെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്റെ ഫേവറേറ്റ്, അതുകൊണ്ട് ഞാൻ പറയും. 100 പാട്ട് ഉണ്ടാക്കിയിട്ടില്ലേ? ഒന്ന് ചോദിച്ചു നോക്കൂ അങ്കിളിനോട്. 1000 ഇതുവരെ എത്ര പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ ചോദിക്കൂ, സിനിമയ്ക്ക് വേണ്ടി. എല്ലാം കൂടെ എനിക്കാണ് സിനിമയ്ക്ക് വേണ്ടിട്ട് ഒരു 600 പാട്ട് ഉണ്ടാവുമായിരിക്കും. ബാക്കി എല്ലാം കൂടെ ചേർത്തൊരു more than 1000 കാണുമായിരിക്കും. ഞാൻ എണ്ണിയൊന്നും വെച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ എഴുതിയതാരാണ്? എഴുതിയത് രാജീവ് സാർ. രാജീവ് ജിയാണ്. രാജീവ് നായരാണ് ഇത് എഴുതിയത്. ഇപ്പൊ നമ്മുടെ സാഹിബ ആ പാട്ടൊക്കെ ഇല്ലേ? അതൊക്കെ രാജീവ് എഴുതിയ പാട്ടാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പല പാട്ടുകളും എഴുതിയിട്ടുണ്ട്. ഭയങ്കര ഹിറ്റ് അല്ലേ? വളരെ ആ കാലത്ത് VKP ആണ് ഇതിന്റെ ഡയറക്ടർ ഈ സിനിമയുടെ. ട്രിവാൻഡ്രം ലോഡ്ജ് എന്നുള്ളത്. അപ്പൊ വാസുകുട്ടി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Ding
മീനുകൂടാ എന്തോ ഭയങ്കര ഹൈലൈറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹൈലൈറ്റ് എവിടെ അറിയാമോ? ആ. മറ്റേ കിന്നാര പൂങ്കുഴൽ പാട്ടു നീ. അതിൽ ആ ഒരു സംഗതി പാടിയില്ലേ, എന്നാലും എന്നാളും എൻ കളിത്തോഴി നീ. എംജെകൾ ഒറ്റ ഞെട്ടലായിരുന്നു. അമ്പോ പിന്നെ ചെറുപറവ, അതെങ്ങനെയാ? ചറപറാന്ന് കേക്കണേ. അത് കൊള്ളായിരുന്നു. പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഭയങ്കര കേൾക്കാൻ. cute ആയിരുന്നു അല്ലേ? ഭയങ്കര ക്യൂട്ടായിരുന്നു. അതുപോലെ ഒളിവീശ അങ്ങനെ പാടിയില്ലേ മന്ദാര. ആ. അതെ. ഷോ. ആ എനിക്ക് വയ്യ. ഷോ. ഗ്ലൈഡൊക്കെ ഭയങ്കര രസമായി പാടി. ഇപ്പൊ നമ്മുടെ പാട്ടിലെ കൂട്ടുകാരി ആരാണ്? വാസുകുട്ടി. സൂപ്പറായിട്ടാ. ആദ്യം പറഞ്ഞില്ലേ അത്രയും പ്രാക്ടീസ് ഒന്നും കിട്ടിയില്ല. ഇങ്ങനെയാണ് പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഇത്രയും പാടുമെങ്കിൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ എത്ര പാടും. ഷോ. ഗംഭീരാണ് കേട്ടാ. താങ്ക് യു. ആ ശബ്ദമാണ് ഇങ്ങനെ ലിങ്കർ ചെയ്യുന്നത്. കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി, കിന്നര പൂങ്കുഴൽ പാട്ടു നീ, എന്നാളും കളിതോഴി നീ. ഇങ്ങനെ ആ ശബ്ദം നമ്മൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തറച്ച് കയറും, പിന്നെ അവിടെ അങ്ങനെ ഇരിക്കും. വല്ല ആവശ്യമുണ്ടോ ഇങ്ങനെയൊക്കെ പാടിയിട്ട്? കരയിപ്പിക്കാൻ നോക്കിയതാ. കരയിപ്പിക്കാൻ നോക്കിയോ? ഈ പാട്ട് പാടി കരയിപ്പിക്കാൻ. ആരാ ആദ്യം കരയെന്ന് വിചാരിച്ചേ പാട്ട് കേട്ടിട്ട്? ഞാനോ? എംജെ അങ്കിൾ. ആ ഞാൻ കരഞ്ഞേ. ഭയങ്കര കരച്ചിലായിരുന്നു. ചിരിക്കുന്നേ ഉള്ളൂ, ഓർമ്മ ഇങ്ങനെ ചിരിക്കുന്നേ ഉള്ളൂ. എന്തിനാ എം ജി അങ്കിളിനെ കരയിപ്പിക്കണേ? കരയാ. എന്തിനാ എം ജി അങ്കിളിനെ കരയിപ്പിക്കണേ? അതെ, എംജെക്കാട്ടിലും നന്നായി പാടാൻ നോക്കിയതാ. എംജെ അങ്കിളിനെ എംജെ അങ്കിളിനെക്കാട്ടി നന്നായി പാടി എംജെ അങ്കിൾ കരയും അതിനു വേണ്ടി. അങ്ങളെക്കാളും നന്നായിട്ട് പാടി കേട്ടോ, ഒരു സംശയമില്ല. കരയും ചെയ്തു. കരയും അതെ, ഉള്ളിൽ. ഇനി ആര് ചേച്ചി കരയെ? നെക്സ്റ്റ്. പർപ്പസ് അല്ലേ? ഇനി ഉണ്ടെങ്കിൽ വരെയോ പൊട്ടിക്കരയാണ്. പൊട്ടിച്ചിരിക്കല്ലേ. കണ്ണാടി വെച്ചിരിക്കുന്നവരെ കാണാത്തതാ. അതെ, അസാധ്യമായിട്ട് പാടി മോളെ. താങ്ക് യു. ഈ ഒരു പാട്ട് സാധാരണ ഒരു വളരെ സീരിയസ് സിംഗർ ഒക്കെ ആണെങ്കിൽ കുറച്ച് കെയർഫുൾ ആയി ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് അടിച്ചു വിട്ടു. ഒരു സ്പെഷ്യൽ എം ജെ അങ്കിളിന്റെ ഒരു സ്പെഷ്യൽ സോങ് ആണ് ഇത് അല്ലേ? എന്താണ് അതിന്റെ ഒരു ഇൻസ്പിറേഷൻ? ഒരു സ്പെഷ്യൽ സോങ് ആണുള്ളത് അല്ലേ? ആ സമയത്ത് യങ്സ്റ്റേഴ്സുമായിട്ട് എൻഗേജ് ചെയ്യുന്ന ഒരു പാട്ട് വേണം എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് ഇത്. ഇറ്റ്സ് നോട്ട് യുവർ യൂഷ്വൽ സ്റ്റൈൽ. അപ്പൊ ഒരു ഡിഫറെന്റ് ആയിരുന്നു അത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ അത്തരത്തിലുള്ള അവസരങ്ങൾ എനിക്ക് അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. അതാണ് അങ്ങനത്തെ പാട്ടുകൾ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. സംതിങ് വെരി ഡിഫറെന്റ് ഫ്രം യു. ഇത് തന്നു. ശരിക്കും പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ടാണ് ഈ പാട്ട് ഉണ്ടാകുന്നത്. വെറും 10 മിനിറ്റ്. ഈ ഓർണമെന്റേഷൻ ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? അത് ഞാൻ തന്നെ പാടിയത്. എന്നിട്ട് അതിനെ ട്യൂക്ക് ചെയ്തു ഒരു ഓട്ടോ ട്യൂൺ. അത് ആ ഓർണമെന്റേഷൻ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്താ ശരിക്കും? അതെന്താ വെച്ചാ പുതിയ കാലത്തില് പുതിയ ശബ്ദങ്ങളെ പല രീതിയിൽ പല ആൾക്കാരെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴത്തേക്കും അത്തരം എക്സ്പെരിമെന്റേഷൻസ് എന്റെ കോമ്പോസിഷൻസിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ അപ്പൊ നമ്മുടെ വാസുക്കുട്ടി തകർത്തി ഇവിടെ ഒരു പാട്ട് പറന്ന് പാടിയെന്നാണ്. മോളുടെ വോയിസ് ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു ഇവിടെയൊക്കെ. അതെങ്ങനെ വോയിസ് പറക്കുക? അങ്ങനെയാണ് പറക്കുക. ഇങ്ങനെ ഇപ്പം നടന്ന പോലെയാണ് പറക്കുന്നത്. ഇവിടെ മുഴുവൻ പറക്കുണ്ടായിരുന്നു മോളുടെ സംഭവിച്ച പോലെ. അപ്പൊ പറഞ്ഞില്ലേ ചെറുപറവ. അതെ, ബ്യൂട്ടിഫുൾ ആയി മോളെ. ഞാൻ പാട്ട് പാടുമ്പോ വിചാരിച്ചു ഇതെന്തിനാ ഇങ്ങനെ ചിരിക്കണെന്ന്. ഞങ്ങളെ എൻജോയ് വിചാരിച്ചോ? നമുക്ക് ഇഷ്ടപ്പെട്ടു ആ ഭാഗത്ത് ചെറുപറവാന്ന് പറഞ്ഞ ഭാഗത്ത്. മോളുടെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എൻജോയിങ്. ചിരിക്കാൻ പാടില്ലേ? പാടും. പാടും. വാസിക്കുട്ടി എന്താ? എന്ത് ക്യൂട്ടായിട്ടാ പാടുന്നേ. താങ്ക് യു. നല്ല രസമുണ്ട് കേട്ടോ താങ്ക് യു. എല്ലാ ഭാഗവും. അതിന്റെ ഇടയിൽ ഒരു ഓ എന്തോ പാടിയല്ലോ, എന്തായിരുന്നു അത്? ആ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാം കേക്കാൻ വേണ്ടിട്ട്. താങ്ക് യു. നല്ല ഭംഗിയായിട്ട് പാടി.
എനിക്കും ഇഷ്ടപ്പെട്ടത് ആ ചെറുപറവ കൂട്ടും. പിന്നെ ഒളിമിന്നും പ്ലാവിൽ നിന്ന് പാടിപ്പോയോ രാവിലിന് പകരം? അങ്ങനെ പാടിപ്പോയോ? എനിക്ക് അങ്ങനെ എന്തോ പ്ലാവിൽ നിന്ന് കേട്ട പോലെ തോന്നി എനിക്ക്. പിന്നെ മന്ദാര പൂ നിഴലൊളി വീശും വീശും നാടിയത് നല്ല രസമുണ്ടായിരുന്നു. എത്ര ദിവസം എടുത്തു? കഷ്ടപ്പെട്ട് പഠിച്ചല്ലോ. എത്ര ദിവസം എടുത്തു പഠിക്കാൻ? 2 ദിവസത്തിലാണ് ഇത്രയും പഠിച്ചേ. മിടുക്കി. ഒരു ഉഗ്രം കയ്യടി നമ്മുടെ വാസുകുട്ടിക്ക്. വാസുകുട്ടി എന്ത് പാടിയാലും കേൾക്കാൻ സുഖ. ശരിക്കും എം ജെ സാർ ഇപ്പൊ പറഞ്ഞില്ലേ ഇപ്പം യൂത്തിന്റെ അടുത്തേക്ക് എത്തണമെന്ന്. ഈ മൂവി ഇറങ്ങുമ്പോ ഞാൻ 10ാം ക്ലാസ്സിലാ. എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ഈ ഡെസ്കിന്റെ ചുറ്റും ഇരുന്നിട്ട് അത് പാടിയത് എനിക്ക് ഓർമ്മയുണ്ട്. അത് കറക്റ്റ് ആയിട്ട് എത്തും. അതിന് പുതിയൊരു സിംഗർ പാടിയില്ലേ ട്രിവാൻഡ്രം ലോഡ്ജിൽ? നമ്മുടെ ബാംഗ്ലൂർ ബേസ്ഡ് ഒരു സിംഗർ, രാജേഷ് പാടി. മിടുക്കനാണ്. ആ സോങ് ഏതായിരുന്നു? കിളികൾ പറന്നതോ മൊഴികൾ വിടർന്നതോ തരരാരരാരാ കനവാണോ തരരാരിരാ. ബ്യൂട്ടിഫുൾ സോങ്. രാജേഷ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടും. ചിലപ്പോ ചില വോയിസ് ഒക്കെ SPB സാറിനെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അല്ലെ മലയാളത്തിലേക്ക് ആദ്യമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ. അധികം പാട്ടുകളൊന്നും പാടിയില്ല. ഈസ് വെരി പോപ്പുലർ ഇൻ കന്നഡ. യെസ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വാസുകുട്ടിയുടെ കാര്യം, കഥകൾ. അതെ കേട്ടോ വാസുകുട്ടി? അപ്പൊ ഇനി എന്ത് വേണം? മഴ പെയ്യിക്കണ്ടേ നമുക്ക്? ഇങ്ങനെ നോക്കണോ? മഴ പെയ്യിക്കണ്ടേ? യെസ്. ആര് മഴ പെയ്യിപ്പിക്കണം? അങ്ങനെ വരട്ടെ നമ്മുടെ വാസുകി കുട്ടിക്ക് ഒരു മധുര മഴ. എല്ലാ ഡയറി മിൽക്കും കൊണ്ടുപോയി. ബൈ, ഗുഡ് നൈറ്റ്. ഏയ് അതല്ല MJ അങ്കിൾക്ക് ദേഷ്യം വന്നോ? എല്ലാ ഡയറി മിൽക്കും എടുത്തോണ്ട് ദേഷ്യം വന്നു കേട്ടോ. ഒന്ന് കൊടുത്തോ? എനിക്ക് ദേഷ്യം കാരണം ഇരിക്കാൻ പറ്റില്ല. അല്ല, അത് കയ്യിൽ നിന്നുള്ളതല്ല കൊടുത്തത്. എന്നാ ശരി. ശരിയാക്കി തരാം. ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് എത്ര കാലങ്ങളുണ്ട്? കാലം എന്ന് വെച്ചാൽ സീസൺ ആണോ? സീസൺസ്. എന്നുവെച്ചാ സ്പ്രിംഗ്, മൺസൂൺ, ഓട്ടം, വിന്റർ, സമ്മർ. മീനുട്ടി, എന്താ നമുക്കിപ്പോ മീനുട്ടി പറഞ്ഞതിനെ കൂടി കുറച്ചും കൂടി നമുക്ക് പോയറ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? എങ്ങനെ പറയാം? എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെ പറയാം? സമ്മറിന് എന്താ പറയാ? ഗ്രീഷ്മകാലം എന്ന് പറയാം. ഉഷ്ണകാലം എന്നും പറയാം. അത് ശരി. പിന്നെ വർഷകാലം, മഴക്കാലം എന്നും പറയാം. സാധാ. ഇത് പോയറ്റിക്. വസന്തകാലം, ഓക്കെ. ശരത്കാലം. പിന്നെ മഞ്ഞുകാലത്തിന് നമുക്ക് ശിശിരം എന്ന് പറയാലോ. ശിശിരകാലം. യെസ്. പിന്നുള്ള ഒരു കാലാണ് കഷ്ടകാലം. അതിലാണ് നമ്മളിപ്പോ ഉള്ളത്. നമുക്കിപ്പോ ടോപ്പ് സിംഗറിൽ നല്ല കാലം കേട്ടോ. നല്ല കാലം. ഇവിടെ നല്ല കാലം. ഉണ്ണിച്ചേട്ടൻ ഇപ്പൊ പറഞ്ഞില്ലേ കാലങ്ങളെ കുറിച്ച്, അവയെ കുറിച്ചുള്ള പാട്ടുകൾ ഏതൊക്കെയാണ്? ശിശിരകാല മേഘമിഥുന. പിന്നെ ഈ ശിശിരകാലം. ഈ ശിശിരകാലം. പാട്ട്. പിന്നെ ഏതാ? ഹേമന്തമൻ എന്ന് പറഞ്ഞിട്ട് കൈക്കുമ്പിളിൽ തൂവും നിലാപ്പൂവും നീ. പിന്നെ ഒത്തിരി കിടലും പാട്ടുണ്ട്. ഹരി ചേച്ചിക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാ? മഞ്ഞുകാലം നോൽക്കും കുഞ്ഞു പൂവിൻ കാതിൽ. നല്ല പാട്ടല്ലേ? അത്ര ഇഷ്ടമാണോ? ബ്യൂട്ടിഫുൾ പാട്ടാണ്. ആണോ? അയ്യോ, അതില് ആ സിനിമയിൽ തന്നെ വേറൊരു പാട്ടുണ്ട്. ഞാനൊരു പാട്ടു പാടാം, കുന്നിമണി വീണമിട്ടാം, പാട്ടു കേട്ടു പൂവാലാട്ടും, നാട്ടുമൈനെ നീ അറിഞ്ഞോ, ഇല്ലിമുളം കൂട്ടിൽ പാടും, കുറുമ്പിയാമെന്റെ കുറുമ്പി പെണ്ണിനെ താലി കെട്ടിക്കൊണ്ടോകും, ഞാൻ കൊണ്ടുപോകും. ബ്യൂട്ടിഫുൾ സോങ്. അതിന് വേറെയും പാട്ടുകളില്ലേ? തുമ്പയും തുളസിയും ഒരുപാട് പാട്ടുണ്ട്. പിന്നെ ഉണ്ട് ഏതാ? വിളക്ക് വെക്കും മിന്നിൽ തൂകി സിന്ദൂരം. അതെ. പിന്നെ എല്ലാവർക്കും ഫേവറേറ്റ്, പ്രത്യേകിച്ച് ആര്യ ചേച്ചിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നുണ്ട്. മാർഗഴിയേ മല്ലികയെ മന്ദാരപ്പൂങ്കുരുവേ. പക്ഷെ ബ്യൂട്ടിഫുൾ സോങ്. മുൾമുനിൽ അതുകൊണ്ടാണ്
ആണ്. ഓക്കെ, അത് ചാർജ് ആയിരുന്നില്ല, ചാർജ് ഇപ്പൊ സെറ്റായി. ഇപ്പൊ ചാർജായി. Yes. കുറച്ച് കൂടുതൽ ചാർജ് ആക്കാൻ ഒരാള് വരാൻ പോവാണ്. ഇനി നമ്മളെല്ലാം ഏത് കാലത്തിലേക്കാണ് പോകാൻ മഞ്ഞുകാലം പോകുന്നത്? പോട്ടെ. മഞ്ഞുകാലം. മഞ്ഞുകാലത്തിലേക്ക് പോകാൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം ആവണിക്കുട്ടി ഓൺ സ്റ്റേജ്. തമിഴില് ഒരു മാസത്തിന്റെ പേര് ആവണി എന്നാണ്. അപ്പൊ തമിഴ് കുട്ടിയാണോ? ആ തമിഴ് കുട്ടിയാണോ ഇവരനെ? തമിഴ് മാസമാണ് ആണോ? വരുന്നത്. തമിഴ് മാസമാണ് പക്ഷെ വരുന്നത്. കണ്ട ഒരു തമിഴ് പൊണ്ണുമാരി ഉണ്ടല്ലോ. അപ്പൊ ആണ്. അതെന്താ കാര്യം? എന്താ കാര്യം? ആവണിയോട് ആര് പറഞ്ഞു ഈ പേരിടാൻ? എന്തുകൊണ്ട് ഈ പേരിട്ടു? ബട്ട് വൈ? ആ സമയത്ത് കുറെ പേര് ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ. പക്ഷെ ഒന്നും അങ്ങനെ അതിനകത്തുനിന്ന് സെലക്ട് ചെയ്തിട്ട് അങ്ങനെയാണല്ലോ, നമുക്ക് കുറെ ഉണ്ടെങ്കിൽ നമുക്ക് Confusion ഒന്നോ ആവും. രണ്ടെണ്ണൊക്കെ ആണെങ്കിൽ വേഗം സെലക്ട് ചെയ്യാമല്ലോ. എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ എന്റെ കയ്യിൽ 28 ഞാൻ മടി വെച്ച് എന്താ ഇടണെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചു ഈ പേരങ്ങ് വിളിക്കാം. ആ. എന്നിട്ടാണ് അനൗൺസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഇന്നത് വിളിക്കാന്നല്ല. ആവണിക്കുട്ടി അപ്പൊ ജനിച്ചത് മനസ്സിൽ തോന്നി ആവണിന്ന് വിളിക്കാം. പേരിടാവുന്ന. ആവണിക്കുട്ടി ജനിച്ചത് ചിങ്ങമാസത്തിലാണോ? ചിങ്ങമല്ല, തുലാം. ഈ ആവണി മലയാളത്തിൽ ചിങ്ങമാസം. അതെ. അതെ. ഓ, എന്തൊക്കെ കാര്യങ്ങൾ ഇതൊന്നും അറിയില്ലായിരുന്നല്ലോ. അറിയില്ലായിരുന്നു. ആ. ഇതറിയായിരുന്നു. മിനുകൂടാ, ആ. എന്റെ രണ്ടാമത്തെ ആളല്ലേ കാത്തു എന്ന് വിളിക്കുന്ന കാർത്തിക്. അതെ, അതെ. അവന്റെ ഫുൾ പേരെന്ന് പറയുന്നത് കാർത്തിക് ഗോപാൽ എന്നാണ്. ഉം. അപ്പൊ അവൻ എപ്പോഴും എന്നോട് ചോദിക്കും, അച്ഛാ ഈ കാർത്തിക്കും ഗോപാലും തമ്മിൽ ഒരു ചർച്ചയില്ല, അച്ഛൻ എങ്ങനെ ഇത് ഇട്ടു? ആ, അത് ശരിക്കും ശരിയാണല്ലോ. അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അപ്പൊ അങ്ങനെ തോന്നി, അതുകൊണ്ട് ഇട്ടു. ഇതുപോലെ തോന്നിയതാണോ? ഒരു തോന്നലല്ലേ എല്ലാത്തിനും കാരണം, അതെ. അല്ലേ? ഇന്ന് ആവണിയുടെ തോന്നൽ എന്താണ്? എത്ര മാർക്കാണ് എഴുതിയിരിക്കുന്നത് ഡയറിയിൽ? 100. 100 എപ്പോഴും അങ്ങനെയാണല്ലോ എഴുതുന്നേ. എപ്പോഴും 100 ആയത്. 100 ആണോ? ആ. അപ്പൊ ഈ പാട്ടാണോ? മഞ്ഞുകാലം നോൽക്കും കുഞ്ഞു പൂവിൻ കാതിൽ കാറ്റുമൂളും പാട്ടിൻ പേരെന്ത്, അതാണോ? ആഹാ, നല്ല പുതിയ പാട്ട്. അതെ, അതെ. മറ്റൊരു പാട്ട് അതേ ലിറിക്സിൽ വേറെ ടൂണിലൊരു പാട്ട്. പാടി കേൾപ്പിച്ചു കൊടുക്കും. പാടി കേൾപ്പിക്ക്. മഞ്ഞുകാലം നോൽക്കും കുഞ്ഞു പൂവിൻ കാതിൽ കാറ്റുമോളും പാട്ടിൻ പേരെന്ത്? ഓക്കെ, ഡീറ്റെയിൽസ് പറയട്ടെ. ഫിലിം മേഘം, ഇയർ 1999. പിന്നെ മ്യൂസിക് ഔസേപ്പച്ചൻ സാർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാടിയത് യേശുദാസ് സാറും സുജാത മാം. ഓക്കെ. All the best. All the best.
ആവണിക്കുട്ടി, എന്താ സാർ? ആദ്യമായിട്ട് ഒരാൾക്ക് പ്രത്യേക സ്വാഗതം പറയണം. ആ. ജലദോഷ് കുമാറിന് കുറച്ച് ദിവസമായി കിട്ടിയിട്ട്. ആ, കഴിഞ്ഞ ഷൂട്ടിനുണ്ടായിരുന്നില്ല. അന്ന് കുമാരൻ പനി- നന്നായിട്ട് വിളയാടുന്നുണ്ട്. ആ, പനിയായിരുന്നു, അത് മാറി. ഇപ്പൊ ത്രോട്ടിനിതും ജലദോഷ് കുമാറും. പിന്നെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താ സാർ? അതാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നത്. മഞ്ഞുകാലം നോൽക്കും കുഞ്ഞുപൂവിൻ കാതിൽ കാറ്റുമോളും പാട്ടിൻ പേരെന്ത്? ആവണി Come on. അല്ല പറഞ്ഞോ, ആവണി സംശയമുണ്ട്, സംശയമുണ്ട്. ഏത് പേരാ? ആവണി ആ, 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 ആര്? ആ, ആണ്. ആവണി. ആവണി A for ആവണി. ആ, yes. ആ for ആവണി. Okay. പിന്നെ രണ്ടാമത്തെ, വെള്ളിമേഘത്തേരിൽ വന്നിറങ്ങും പ്രാവുകൾ കൂടുവെക്കാൻ തേടും കുളിരേത്? ആവണി. അത് ആവണിയല്ല, ആവണിയുടെ പാട്ടിന്റെ കുളിരാണ്. ആ. സബാഷ്. Thank you, sir. വെള്ളിമേഘത്തേരിൽ വന്നിറങ്ങും പ്രാവുകൾ കൂടുവെക്കാൻ തേടും കുളിരേത്. അപ്പൊ എപ്പോഴും ആവണിക്കുട്ടി പാടുമ്പോഴത്തേക്കും ഒരു കുളിരുണ്ട്. Thank you. ആ, അത് കുളിരെന്ന് പറഞ്ഞാൽ നല്ല എക്സ്പ്രഷൻസ് ആയിട്ട് വരും. കയ്യിൽ കുറെ സംഗതികൾ നിറയും. ആ, ചിലപ്പോൾ കൈ അനുസരിച്ച് സംഗതി വരും, ആ, ചിലപ്പോൾ സംഗതി അനുസരിച്ച് കൈ വരും. ആ. പക്ഷെ ചിലപ്പോൾ കൈ വരും സംഗതി വരില്ല. അങ്ങനെയുണ്ട്. പക്ഷെ ഇന്ന് വലിയ ഒരു കുഴപ്പം പറ്റിയില്ല ആ, കേട്ടോ. okay. രക്ഷപ്പെടും. ആ, ഒരു സജഷൻ പറയാം. ആ. അതായത് പല്ലവി നമ്മൾ കുറച്ചും കൂടെ റിതമിക്കായിട്ട് പാടുന്നു, ഉം. അനുപല്ലവി വളരെ മെലോഡിയസ് ആയിട്ട് പാടുന്നു. ഉം. അപ്പൊ രണ്ട് പാർട്ട് ഓഫ് ദ സോങ് ആണ്. ആ. ചരണം ഈസ് വെരി മെലോഡിയസ്, ആ. പല്ലവി കുറച്ചും കൂടെ റിതമിക്. മെലഡി ആ. ഉണ്ട്, ആ. പക്ഷെ റിതമിക്. ആ. അപ്പൊ എങ്ങനെ വെച്ചാൽ വേറൊരു പാട്ടിന്റെ ഉദാഹരണം പറയാം. അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്നു നിന്റെ കവിൾ ഇത്ര ചുവന്നിട്ടില്ല. ഇത് പാടുമ്പോ ആ. നാട്ടറാറ് അല്ലേ, ഒരു ആ. ജമ്പ് ഉണ്ട്. ആ. ജമ്പ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻഡ് സ്വിഫ്റ്റ് ആയിരിക്കണം. ആ. ടാറ്റടാര മഞ്ഞുകാലം നോൽ ആ. ടാറ്റടാര. ആ രണ്ടാമത്തെ അക്ഷരല്ലേ, ആ. അതൊന്ന് നമ്മൾ സ്വിഫ്റ്റ് ആയിട്ട് ഒന്ന് ജമ്പ് ചെയ്താൽ എന്താകും? rhythmic-ആ. റിതമിക്കോ ആവും, രസം ഉണ്ടാവും. ആ, okay. കമോൺ. മഞ്ഞുകാലം നോൽക്കും കുഞ്ഞു പൂവിൻ കാതിൽ കാറ്റുമോളും ആ പാട്ടിൻ കാറ്റിനെ കുറച്ചും കൂടെ ഒന്ന് പുഷ് ചെയ്യാം. കാറ്റുമോളും പാട്ടിൻ പേരെന്ത്? ആ പേരെന്തിലാണ് അവിടെ മെലഡി വരേണ്ടത്. ആ, ആ എല്ലാ ചോദ്യങ്ങളല്ലേ, പേരെന്ത്, ആ. കുളിരേത്, ആ. നമ്മൾ ആൻസർ ഒക്കെ കണ്ടുപിടിച്ചു. ആ. എന്നാലും ഗിരീഷേട്ടൻ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. ഗിരീഷേട്ടൻ അന്ന് ചോദിച്ച ചോദ്യത്തിന് ഇപ്പൊ ആവണി എന്നുള്ള ഉത്തരം ഇപ്പോഴാണ് കിട്ടണം. മീനുട്ടി അത്ഭുതം തന്നെ. അത്ഭുതം. അത്ഭുത ബാലിക. അതെ. ആ പിന്നെ അനുപല്ലി പാടുമ്പോഴത്തേക്കും കുറെ കൂടി നന്നായിട്ട് മെലഡി കൊണ്ടുവരണം. ആ. അവിടെ ഇങ്ങനെ ഒഴുകി ഒഴുകി ഒഴുക്കി പാടണം. സുചേച്ചി പാടിക്കുന്ന അങ്ങനെയാണ്. ആ. പാടിക്കേ. വെണ്ണിലാവും പൊന്നാമ്പൽ പൂവും തമ്മിലെന്തോ കഥ ചൊല്ലി ആ കഥ ചൊല്ലി കുറച്ചുകൂടെ ഹസ്കി. കഥ ചൊല്ലി അടുത്തത് ഒരു കുഞ്ഞിക്കാറ്റും ആ ഒരു ഒരു കുഞ്ഞിക്കാറ്റും കസ്തൂരിമാനും കാട്ടുമുല്ല. അത് കുറച്ചുകൂടെ മാനും അത് ഇങ്ങനെ ഫോളോ ചെയ്തു. കസ്തൂരിമാനും കാട്ടുമുല്ല. ഇങ്ങനെ വീണ് അവിടെ എത്തുന്ന പോലെ വേണം. അങ്ങനെ പാടണം, അങ്ങനെ പാടാൻ ശ്രമിക്കണം. ആ, ചിലതൊക്കെ ചില ഫിസിക്കൽ മോഡൽ കാണണം. നമ്മളിങ്ങനെ ഒലഞ്ഞു വീഴുന്ന പോലെ വരണം. okay. ഓക്കെ. അടുത്ത ഭാഗം പാടൂ. മേലെ നിന്നും സിന്ദൂരതാരം മേലെ നിന്നും അതൊക്കെ വളരെ മെലോഡിയസ് ആയിട്ട്, കുറച്ചും കൂടെ മെലോഡിയസ് ആയിട്ട് പാടാം. ഇപ്പൊ വീണ്ടും വീണ്ടും പാടണ്ട. Okay. ആ വെറുതെ ആവണിക്കുട്ടിയെ ഈ ജലദോഷ് കുമാറിന്റെ കൂടെ നിൽക്കുമ്പോഴത്തേക്കും വെറുതെ പാടിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. പിന്നെ എൻ സസ്റ്റെയിൻ നന്നായിട്ട് സസ്റ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് നല്ലൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. Thank you. ദാറ്റ് ഇസ് വെരി ഗുഡ്. Thank you. ആരോ പാടുന്നു ദൂരെ നീലമുകിലോ കാർക്കുയിലോ. ആരോ പാടുന്നു ദൂരെ നീലമുകിലോ കാർക്കുയിലോ. പക്ഷേ അവിടെ വില്ലനായിട്ട് ജലദോഷ് കുമാർ വന്നു. അപ്പൊ സസ്റ്റെയിൻ ഇങ്ങനെ ഒരു മല കയറിപ്പോയി. അത് ഇന്നത്തെ വലിയൊരു പ്രശ്നമാണോ? അവിടെ ആകെ കൺഫ്യൂസ്ഡ് ആയി. സംശയല്ലേ? ഇവിടെ എല്ലാം ക്യാപ്റ്റനാണ് തീരുമാനിക്കുന്നത്. ക്യാപ്റ്റൻ ആണോ? Yes. അതൊരു വലിയൊരു ഈ ഒരു സ്റ്റേജിൽ എത്തിയത് കൊണ്ട് ആ. ഒരു പ്രശ്നമാണ്. അതൊരു പ്രശ്നം. ആ. പ്രശ്നത്തിന് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. പക്ഷെ ഉണ്ണിച്ചേട്ടനോട് കുമാർ ചോദിക്കാം. ഉള്ളത് കൊണ്ട് ക്ഷമിച്ചൂടെ നമുക്ക് ആ പ്രശ്നം? അതൊരു പ്രശ്നോത്തരിയാണ്. അപ്പൊ അതിന് ഉത്തരം കാണാൻ പറ്റുമോ എന്നുള്ളത് ഉണ്ണിച്ചേട്ടനോട് ചോദിക്കാം. അതെ, പറ്റുമോ ഉണ്ണിയങ്കിൾ? ആകെ കൺഫ്യൂസ്ഡ് ആയില്ല. എന്താണ് ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത്?
MJ അങ്ങനെയും പറയുന്നുണ്ട് ഇങ്ങനെയും പറയുന്നുണ്ട്. എനിക്കിഷ്ടമായി കേട്ടോ. താങ്ക് യു സർ. നല്ല പ്ലസന്റ് റെൻഡിഷൻ ആയിരുന്നു. താങ്ക് യു. എനിക്ക് തോന്നിയത് മറ്റേ കുറച്ചും കൂടി ഡൈനാമിക്സ് ഒക്കെ അപ്ലൈ ചെയ്യാമായിരുന്നു എന്ന് തോന്നി. പിന്നെ മേ ബി അസുഖം ഉള്ളതുകൊണ്ടായിരിക്കാം. കുറച്ച് ദിവസം ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു അല്ലേ? പക്ഷേ ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദാറ്റ് ഭയങ്കരമായ ട്യൂണിങ് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എന്നാൽ ചെറിയ ചെറിയ പിച്ചിങ് ഇഷ്യൂസ് ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമുക്കൊരു എക്സ്ക്യൂസ് കൊടുക്കാന്നാ തോന്നുന്നത് അല്ലേ MJ? ചെറിയൊരു ഒരു പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയി. ദൂരെ കിടുക്കി. ദൂരെ ദൂരെ കിടക്കും. കിടക്കിയോ? ദൂരെ. അത് കിടുക്കി. Yes. അല്ല, ത്രൂ ഔട്ട് ദ സോങ് ഒരു പ്ലസന്റ്നെസ് ഉണ്ടായിരുന്നു വോയിസിൽ. അത് ആവണിക്കുട്ടി എപ്പോ പാടുമ്പോഴുണ്ട്. അവരുടെ സ്വഭാവവും അങ്ങനെയാണല്ലോ. അതെ, Pleasant ആണ്. അതെ. അതും ഏറ്റവും അത്ഭുതകരമായിട്ട് എന്താ ഉണ്ടായിച്ചാല് പാടി കഴിഞ്ഞിട്ട് നിന്ന് ചുമക്കുന്നു. അതുവരെ ചുമ യാതൊരു പ്രശ്നം ഉണ്ടായില്ല അല്ലേ? അതെങ്ങനെ കൺട്രോൾ ചെയ്തു ആ ചുമ? അത് വന്നില്ല. വീട്ടിൽ വെച്ച് പാടുമ്പോക്കെ ഇങ്ങനെ കുത്തുമായിരുന്നു ഇങ്ങനെ തൊണ്ടയിരുന്നിട്ട് ഇങ്ങനെ ചുമക്കാനായിട്ട്. അപ്പൊ ചുമച്ച് വെള്ളം കുടിക്കുമ്പോ. പക്ഷെ ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു ചുമ വരല്ലേന്ന്. ഗുരുവായൂരപ്പാ ചുമ വരല്ലേ. ത്രൂ ഔട്ട് ദ സോങ് നന്നായിരുന്നു മോളെ. താങ്ക് യു സർ. നല്ല പ്ലസന്റ് റെൻഡിഷൻ. താങ്ക് യു. പക്ഷെ ഫൈൻ ട്യൂണിങ് ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഡൈനാമിക്സ് ഒന്നുകൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഗുഡ് ലക്ക്. താങ്ക് യു. ആവണിക്കുട്ടി എന്താ ചേച്ചി? നല്ല പ്ലസന്റും ആയിരുന്നു. അതിന്റെ കൂടെ ഒരു ഇന്നസെൻസ് ഉണ്ടായിരുന്നു. താങ്ക് യു. അത് ആവണിക്കുട്ടിയുടെ ആ ശബ്ദത്തിന്റെ ഒരു പ്രത്യേകതയാന്ന് തോന്നുന്നു. ആ ഒരു ഇന്നസെൻസ് സോഫ്റ്റ്വെയർ ഇൻബിൽട്ട് ആണ്. അതെ, അത് ഏത് പാട്ട് പാടുമ്പോഴും ആ പ്ലസന്റ് ആണെന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇന്നസെൻസും എപ്പോഴും പ്രസന്റ് ആയിരിക്കും ആവണിക്കുട്ടിയുടെ ആ ശബ്ദത്തില്. താങ്ക് യു. അപ്പൊ അതെന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് ഫസ്റ്റ് ലൈൻ കേൾക്കാൻ തന്നെ ആ ഇന്നസെൻസ് ഫീൽ ചെയ്യാനുണ്ടായിരുന്നു. താങ്ക് യു. ഓക്കെ, മിടുക്കായിട്ട് പാടി കേട്ടോ. 1-2 സ്ഥലത്ത് അക്ഷരങ്ങള് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. കുളിരേത് എന്നായിരുന്നു പാടിക്കൊണ്ടിരുന്നേ. താ തന്നെ വരണേ. പിന്നെ അതുപോലെ കളഭം ചാർത്തി എവിടെയായിരുന്നു? രാവിനു കളഭം ചാർത്തി തൊട്ട് മുന്നേ. യെസ്, അത് രണ്ടുമാണ് മെയിനായിട്ട് അക്ഷരങ്ങൾ നോക്കി വെച്ചത്. മൊത്തത്തിൽ ക്വാണ്ടൈസ് ചെയ്ത് ഇപ്പം MJ സാർ പറഞ്ഞത് തന്നെ ആ ഒരു ക്വാണ്ടൈസ് ചെയ്ത് പാടണമായിരുന്നു എന്ന് തോന്നി. അതാണ് തോന്നിയത്. ഓവറോൾ ആവണിയുടെ ആ ചിരിയും ആ പ്രസൻസും നല്ല രസമാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മെഡിക്ക് കേട്ടോ. നല്ലൊരു സൂപ്പ് കുടിക്കാം അല്ലേ? ഈ മട്ടൺ സൂപ്പ് കഴിക്കോ? ഞാനോ? ഇല്ല, അമ്മയുടെ അമ്മയുടെ പറയണം. മട്ടൺ കഴിക്കോ? കഴിക്കില്ല. കഴിക്കൂല. അപ്പൊ ചിക്കനോ? ചിക്കൻ കഴിക്കോ? ചിക്കൻ കഴിക്കും. ചിക്കൻ കഴിക്കും. എന്നാ അതായിക്കോട്ടെ. എന്തായാലും കുറച്ച് ശക്തി വെക്കണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കോ കുട്ടി? ഓ, അതെന്തത് ഒരു വ്യത്യാസം. അമ്മ ശക്തിക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കാറുണ്ടോ വീട്ടില് സ്പെഷ്യൽ ആയിട്ട്? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും കൊടുക്കാറില്ല. ചിക്കനും മീനും ഒക്കെ കഴിക്കത്തില്ല. മട്ടൻ കഴിക്കില്ല. അപ്പൊ ശക്തി ജീരക കുടം കഴിക്കാം. ശക്തി ജീരകകൂടം. കേട്ടാ മീനുട്ടാ, എന്തോ നമ്മുടെ കുട്ടിക്ക് ഇന്ന് 95 കൊടുക്ക. എന്താ അഭിപ്രായം? അഭിപ്രായം എന്താ? മീനൂട്ടിക്ക് തന്നെ ഒരു സങ്കടം. മീനൂട്ടിക്ക് തന്നെ ഒരു സങ്കടം. അത് ഓക്കെ, കുഴപ്പമില്ല. ഞാൻ തന്നെ പറയാം അല്ലേ? ഞാൻ തന്നെ പറയാം. ഓക്കെ, അത് കൊടുക്കാൻ പറ്റില്ല. 96 ആയാലോ? പറ്റുവോ? കണ്ട എന്റെ അടുത്ത് മീനൂട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കാം. അവിടെ പ്ലീസ് ഒന്ന് പറ. It is going to be 97 out of 100 for us. ഞാൻ എല്ലാ പ്രാവശ്യം നിന്നെ ഓവറായി സപ്പോർട്ട് ചെയ്യാൻ നോക്കിയതാ. നിന്റെ എക്സ്പ്രഷൻ എന്താ? അതപ്പൊ ടെൻഷനാവും. അതിനധികം സമയമൊന്നും വേണ്ട. നമ്മൾ എന്റെ അടുത്ത് ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. മീനൂട്ടി പ്ലീസ്. ഇല്ല, ഇനി ചെയ്യത്തില്ല. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ജലദോഷ് കുമാർ വേമാർ. ഓക്കെ, ബൈ ബൈ. സൂപ്പ്. അമ്മയുടെ